ഈ ഷാബു പ്രസാദ് ഇങ്ങനെ കേൾക്കാമോ? സഹന സമരം എന്ന നിലയ്ക്ക് ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ റഹീം, ശ്രീ ഷാബു പ്രസാദ്, സഹന സമരമായി വിദ്യാർത്ഥികൾ നടക്കുന്ന ഈ സമരത്തോട് ഈ തരത്തിലുള്ള അക്രമ രീതി എങ്ങനെയാണ് പോലീസിന് വെച്ച് പുലർത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തരത്തിൽ ആളുകൾ അവിടേക്ക് വീണ്ടും വീണ്ടും എത്തുന്നത് അനീതി ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ടാണ് രാജി എന്നൊരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചതുകൊണ്ടാണ് അങ്ങ് ഈ പറയുന്ന ധാർമ്മികതയിൽ താരതമ്യം നടത്തിയത്, രാജി ഇല്ലാത്തത് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ. ഇപ്പോൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ ജന്തർ മന്ദറിന്റെ ഒരു മൂലയ്ക്കിരുന്ന് അവർ സമരം നടത്തിയപ്പോൾ ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല. ഇന്ന് അവർ കൂടുതൽ പ്രക്ഷുബ്ധമായ ഒരു സമരത്തിലേക്ക് പോയപ്പോഴാണ് ആ ചർച്ചയ്ക്ക്, ആദ്യഘട്ട ചർച്ചയ്ക്കെങ്കിലും സർക്കാർ തയ്യാറായത്. മധു, ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞു ആ സഹന സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിനെ ജനാധിപത്യ വിരുദ്ധ രീതിയിൽ ഇവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോയി അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞു. ആ സാഹചര്യം എന്തായിരുന്നു മധു? ഇവിടെ ഈ സോനം വാങ്ചുക്കിന്റെ തന്നെ വക്കീല് കോടതിയിൽ പോയി, ദാ ഒന്ന് പറയന്റെ പൊന്നു നീതിപീഠമേ, ഞങ്ങൾ അവിടെ ഒരുത്തം പട്ടിണി കിടക്കുകയാണ്, ഒന്ന് സർക്കാരിനോട് പറ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ഒടുവിൽ സർക്കാർ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകാതെ നോക്കണം, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് ഈ നിരാഹാര സമരം നടക്കുന്നിടത്തെല്ലാം, അനിശ്ചിതകാല നിരാഹാര സമരം നടക്കുന്നിടത്തെല്ലാം അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ നാട്ടിൽ കാണുന്നത്. അതല്ല കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കാൻ സർക്കാരിന് പറ്റുമോ? പിന്നെ ഇവിടെ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ആ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഞാനതിനെ അതിൻ്റെതായ ബഹുമാനത്തോടു കൂടി കാണുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പോലീസിന് നേരെയും, അതായത് ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്ത്, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ അതീവ സുരക്ഷാ മേഖലയിൽ കൂട്ടം കൂടുകയും പോലീസിന് നേരെ അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസ് അടിക്കും. ഇല്ല, പോലീസിന് നേരെ സമരക്കാരുടെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാവുകയൊന്നുമല്ല ചെയ്തത്. ആ ജന്തർ മന്ദറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരെ പോലീസ് ലാത്തിയും കൊണ്ടാണ് നേരിട്ടത്. ഒടിഞ്ഞു പോയ ഫൈബർ ലാത്തികളുടെ പിടികൾ അവിടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടാണ് അത് ഒടിഞ്ഞു പോയത്. അതന്നെ, അടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോലീസിന് നേരെ കല്ലെറിഞ്ഞിട്ടാണ് അവർ അടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്താണ് സത്യം എന്നുള്ളത് പുറത്തു വരട്ടെ. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരവർ ശരിയെന്ന് വിശ്വസിക്കുന്നവരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത്രയും നാൾ ഈ ഒരു മാസത്തോളം ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു പോലീസിന്റെ ഇതൊന്നും അടിമേടിക്കാനായിട്ട്, നടന്നില്ല. എന്തായാലും ആ ആഗ്രഹ നടന്നു. ഇപ്പം അവിടെ കുറച്ച്, അതായത് അവിടെ ആദ്യം ഇയാള് അഭിജിത്ത് ദീപ്കെ വന്നപ്പം സമരത്തിന് അനുവാദം പോലും ചോദിച്ചിട്ടില്ല. അനുവാദം ചോദിക്കാതെയാണ് വന്നത്. ശരി, ഒരനുവാദം വേണ്ട, നീ പോയി സമരം ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരനുമതിയും മേടിക്കാതെ നടത്തിയ സമരമാണത്. പിന്നെ ഇന്നത്തെ പാർലമെന്റ് മാർച്ച്, അതിന് അനുമതി മേടിച്ചിട്ടില്ല. അത് അനുവദിക്കാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ അതീവ സുരക്ഷാ മേഖലയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശ്രീ ഷാബു പ്രസാദ്, വളരെ ന്യായമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. സഹന സമരം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴല്ലേ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്? അതിനു മുൻപായിരുന്നെങ്കിൽ ചർച്ചകൾ ഉണ്ടായിരുന്നോ? അപ്പൊ അവരെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് സമരം ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഒരു ഔദാര്യം പോലെയാണോ ജനകീയ സമരങ്ങളെ കാണേണ്ടത്? ഇല്ല, അത് ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നിങ്ങളത് സമ്മതിക്കില്ലായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ നിലപാട് അതാണ്. ഇനി നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി, വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളോട് ആ രാഷ്ട്രീയപരമായി തന്നെ നേരിടാനുള്ള അവകാശം, അതിനെ സമീപിക്കാനുള്ള അവകാശം സർക്കാരിന്. ഞാൻ സമ്മതിക്കാഴികയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ. CJP ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ആ നിലയ്ക്ക്, അതായത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ആവശ്യത്തെ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അതായത് കക്ഷി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നത് ആരോപിക്കുന്നിടത്താണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. മാധു, ആ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടും വന്നു, കുട്ടികൾക്ക് അലോട്ട്മെന്റുമായി. ഈ രാജ്യത്ത് ആ ഇഷ്യൂ അവിടെ കഴിഞ്ഞു. ആ ഇഷ്യൂ അവിടെ കഴിയുന്നില്ല സാർ. അതിന് ഭരണപരമായ നേതൃത്വം നൽകിയവരുടെ വീഴ്ചകൾക്ക് ആര് മറുപടി പറയും? അല്ല, അത് നിങ്ങൾക്ക് ഈ അടുത്ത മാർഗം നോക്കാം. ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ഇനിയും പ്രക്ഷോഭം നടത്താം, റോഡിൽ. നിങ്ങൾക്ക് പ്രശ്നമില്ലേ? ഈ നാട്ടിൽ ഇത്രയും ക്രമക്കേട് നടത്തി പരീക്ഷ നടത്തുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ? നിങ്ങളും ഉണ്ടെങ്കിൽ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ? നിങ്ങളും ഉണ്ടെങ്കിൽ
മാധു എന്നോട് നിങ്ങളെന്ന് പറഞ്ഞപ്പോ എനിക്ക് തിരിച്ചു അങ്ങനെ പറയേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾ ഞങ്ങളും ഒന്നുമില്ല, ഈ രാജ്യത്തൊന്നും തന്നെ ഉള്ളൂ. പിന്നെ എന്നെ മാറ്റി നിർത്തി നിങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കും തിരിച്ചങ്ങനെ പറയേണ്ടി വരും. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങയോട് എന്താണ് ചോദിച്ചത്? ഈ നിലയ്ക്കാണോ നേരിടേണ്ടത് കേന്ദ്ര സർക്കാർ എന്നല്ലേ ചോദിച്ചത്? അല്ല, കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു ഇങ്ങനെ തന്നെ നേരിട്ടാൽ മതിയെന്ന്. നിങ്ങൾക്കത് അംഗീകരിക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇവിടെ ഇരുന്നെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, റഹീം പറയുന്നുണ്ട്, ദാമോദർ പറയുന്നു, ഇത് ബ്ലഡി ഫാസിസ്റ്റ് സർക്കാരാണ്, മറ്റേതാണ്, ജനാധിപത്യ വിരുദ്ധരാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധരായ ഫാസിസ്റ്റ് വർഗീയ കൊള്ളക്കാരുമായിടത്തൊന്നും നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കുന്നത്? എന്തിനാ നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ മാധു അതിന് സപ്പോർട്ടും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തരുന്ന ജനാധിപത്യത്തിന്റെ ഭിക്ഷ വാങ്ങിച്ചോളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഒരു കാര്യമുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണെന്ന്, നിങ്ങൾ തന്നെ പറയുന്നു ഇത് കൊടും വർഗീയവാദികളാണെന്ന്, നിങ്ങൾ തന്നെ പറയുന്നു എല്ലാം. ഇവിടെ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഇവിടെ എല്ലാ ദിവസവും വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറയാറില്ല. ഈ ചർച്ചയിൽ ഇതിനു മുൻപ് ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞ ചർച്ച അങ്ങ് ചൂണ്ടിക്കാണിക്കും. ഇവിടെ സ്ഥിരം എന്റെ മാധു സ്ഥിരമായിട്ട് ഇവിടെ കേൾക്കുന്ന കാര്യമാണ്. എന്തായാലും ഫാസിസ്റ്റ് എന്നുള്ള പേരുണ്ട്, എന്നാ കിടക്കട്ടെ ബാക്കി കൂടെ. തലയിൽ തപ്പി നോക്കുന്നതിന് തുല്യമാണ് കേട്ടോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്, കക്ഷി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സമരം നടക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്ന അവർക്ക് താല്പര്യമുള്ള ജനാധിപത്യത്തിൽ പറ്റുമെങ്കിൽ മതി, അതിനപ്പുറത്താണ് എങ്കിൽ നിങ്ങൾ അതിൽ ഔദാര്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് പ്രഖ്യാപനം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും രാഷ്ട്രീയമുണ്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കുന്ന പോളിസിയിലും രാഷ്ട്രീയമുണ്ട്. അതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കൊടി പിടിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്ന ഇതേപോലത്തെ വലതുപക്ഷ നിരീക്ഷകന്മാരെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഫാസിസം എന്ന് പറഞ്ഞു കേട്ടു. ഓക്കെ, ഈ ചെയ്ത പ്രവൃത്തിനെയൊക്കെ നമ്മൾ ഫാസിസം എന്നല്ലാതെ ഇനി പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും. ഇനി ചേട്ടൻ തന്നെ പറഞ്ഞതാണ്. അപ്പോ ഈ ഫാസിസം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത്? പിന്നെ ഡൽഹി ആരുടെയും തന്തയുടെ വകയല്ല, ഇന്ത്യയും ആരുടെയും തന്തയുടെ വകയല്ല. ഗവൺമെന്റ് എന്ന് പറയുന്ന സമ്പ്രദായം മര്യാദയോടെ ഞാൻ കേട്ടിരുന്നു. അത് കേട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. നല്ല ഭാഷയിൽ സംസാരിക്കണം. ഇത് ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന ചർച്ചയാണ്, വീട്ടിലിരുന്ന ആളുകൾ കേൾക്കുന്ന ചർച്ചയുമാണ്. ആ നിലയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. അല്ലല്ല, പറ്റില്ല. രാഷ്ട്രീയം പറയുമ്പോൾ നല്ല ഭാഷയിൽ സംസാരിക്കണം. ഞാനിത് അൺപാർലമെന്ററി വേർഡൊന്നും അല്ല യൂസ് ചെയ്ത വേർഡ് വളരെ പാർലമെന്ററി ആയിട്ടുള്ള വേർഡാണ്. ഒരു വലതുപക്ഷ നിരീക്ഷകൻ വന്നിരുന്നുകൊണ്ട് സമരം ചെയ്യുന്ന പിള്ളേരെ അധിക്ഷേപിക്കുമ്പോ അതിന് കൈയടിച്ചു തുള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ പോലെയുള്ള ആളല്ല എന്ന് എനിക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ എനിക്ക് പറയണം. എനിക്ക് അതേപോലെയുള്ള ചർച്ചകൾ നിലപാട് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ വഴി ഒരു മീമായിട്ട് തുടങ്ങിയ ഈ ഒരു മൂവ്മെന്റ്, സോഷ്യൽ മീഡിയ വഴി മീമായിട്ട് തുടങ്ങിയ ഈ ഒരു മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിലെ ഞാനടക്കമുള്ള എല്ലാ ഇൻഫ്ലുവൻസിനെയും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഷാഡോ ബാൻ ചെയ്ത് നമ്മളുടെ കോണ്ടന്റ്, നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒരാളുടെ അടുക്കിലേക്കും എത്താത്ത രീതിയിൽ നമ്മളെ എല്ലാം കോർണർ ചെയ്തിട്ട് ഇന്നും നമ്മളുടെ കൂടെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഷാഡോ ബാൻ ഉണ്ട്. എന്തുകൊണ്ട്? ജനാധിപത്യ രാജ്യത്ത് നമ്മളെന്തെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. രാജ്യത്തിനെതിരെ ഇന്നേ വരെ ആരും ഒരു സ്റ്റേറ്റ്മെന്റും പറയാത്ത പേജുകളിൽ പോലും എന്തിന് ഷാഡോ ബാൻ? ഇതിനെയാണോ ഫാസിസം എന്ന് പറയുന്നത്? ഇതാണ് നടന്നിടത്ത് എല്ലായിടത്തുമുള്ള ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് നിരോധനം എന്ന് പറയുന്നത്. പൊതുസമൂഹത്തിനെതിരെ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദിയുടെ അല്ല, കേന്ദ്ര സർക്കാരാണ് ഓരോ ഇടങ്ങളിലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഈ പറയുന്ന ഇന്റർനെറ്റ് നിരോധനം ഉണ്ടാകണമല്ലോ. ഡൽഹി കലാപത്തിന്റെ സമയത്ത് BJP പ്രക്ഷോഭത്തിന്റെ കാലത്തൊക്കെ ഇന്റർനെറ്റ് നിരോധനം ഉണ്ടാകുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നിശ്ചിത പ്രദേശത്തേക്ക് മാത്രമുള്ളതാണ്.
ഡിബേറ്റ് വിത്ത് മാധു സജി